ഇതാ ഞാൻ വരുന്നു. പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് യേശു പറയുന്നു. ഏദൻ തോട്ടത്തിൽ വെച്ച് പാപത്താൽ മനുഷ്യന് നഷ്ടപ്പെട്ട ദൈവ തേജസ് തിരിച്ചു തരുവാൻ, ആ പാപത്തെ ഏറ്റെടുക്കുവാൻ യേശു തയ്യാറായി. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 18-19 വാക്യങ്ങളിൽ പറയുന്നു: വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. യെശയ്യാവ് 53-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, അവൻ സാഹസം ഒന്നും ചെയ്യാതെയും അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഇല്ലാതെയുമിരുന്നിട്ടും യേശുവിൻ്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നു. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി യേശു തന്നെ അടിയും ശിക്ഷയും ദണ്ഡനവും ഏറ്റുവാങ്ങി ക്രൂശിതനായി. നിഷ്കളങ്കവും നിർദോഷവുമായ ഈ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി വീണ്ടെടുക്കപ്പെട്ടവരാണ് നാം. അതുകൊണ്ട് നാം ഇപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. പുത്രനെങ്കിലോ അവകാശികളുമത്രേ. അതിനാൽ നമുക്ക് സന്തോഷിക്കാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.